അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? കുറേ ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ? സുഖമല്ലായിരുന്നു കേട്ടോ. തലവേദന, തൊണ്ടവേദന, പനി, തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട്. നാളെയാണ് കല്യാണം. ഇന്ന് തലേ ദിവസമല്ലേ, നേരത്തെ പോകണം. അപ്പോൾ ഒന്ന് നേരത്തെ അടുക്കള കയറി പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാനിന്ന് മുട്ടക്കറിയും അതുപോലെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പുട്ടല്ലേ നമുക്ക് പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയത്. ദോശക്കാകുമ്പോൾ ഒരുപാട് സമയം നിൽക്കണം. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ വെളുത്തുള്ളി, അതുപോലെ ചീരുള്ളി, ഒരു ഇഞ്ചി കഷ്ണം, വലിയ ഉള്ളി ഇത്ര എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുട്ടൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ ചപ്പാത്തിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ദോശയ്ക്കൊന്നും വലിയ കോമ്പിനേഷൻ അല്ല, എന്നാലും പുട്ടും ചപ്പാത്തിക്കും ഭയങ്കര ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വഴണ്ടൊന്നും വരണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആശുക്കുട്ടനെ നോക്കാൻ പോയ ഇടയിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഇച്ചിരി കരിഞ്ഞാലും ടേസ്റ്റിന് കുഴപ്പം വരുമല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ട് കൊടുക്കണില്ലേ. നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടേലൊക്കെ പോകാനുണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പെട്ടെന്നൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുട്ടാണല്ലോ ആദ്യം മനസ്സിൽ ഓടിയെത്തുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഒന്നുമില്ല, പിന്നെ നമുക്ക് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴുങ്ങിയിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡിയായിട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ മോളെ കല്യാണം ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോന് ഡ്രസ്സ് വേണം. വലിയ മോനെ ഡ്രസ്സ് എടുത്തിട്ടില്ല, അപ്പോൾ മഞ്ചേരി പോയി അവനെ ഡ്രസ്സും എടുക്കണം. അതിൻ്റെ ഇടയിൽ ഈ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴേക്കും പോകണം. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം വേണം, മഞ്ചേരിയിലും പോയി വരണം. നല്ല ചുമയാണ് കേട്ടോ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമയും കഫക്കെട്ടും, അതിൻ്റെ കൂടെ തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് മൊത്തം പഞ്ചറായിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇതാ ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ആശുക്കുട്ടനും പോയി ചായ അടിച്ചിട്ട് വരാം കേട്ടോ. ഇതിനിടയ്ക്ക് രാത്രിക്കുള്ള ഭക്ഷണം അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ, അന്ന് തലേ ദിവസമല്ലേ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ചോറ് റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് അടുപ്പിൽ വെച്ച് വേഗം ഉണ്ടാക്കി എടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ മുറ്റടിക്കൽ, അകടിച്ചേരൽ, തുടക്കൽ, പാത്രം കഴുകൽ, ഈ വക ഐറ്റംസൊക്കെ ഞാൻ വേഗം കഴിച്ചു കേട്ടോ. ഇനി മുന്നേക്ക് ഡ്രസ്സ് എടുക്കാനും വലിയ മോനെ ഡ്രസ്സ് എടുക്കാൻ മഞ്ചേരി പോവാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ അവനോട് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ എന്ന് പറഞ്ഞ് ഏതായാലും കല്യാണത്തലേന്ന് വരെ എത്തി. മഞ്ചേരിയിൽ ബൈപ്പാസിലുള്ള ഒരു കടയുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ടീഷർട്ടുകൾ, അതുപോലെ ഷർട്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു കറുപ്പും ലാവണ്ടർ കളറ് ഡിസൈനുള്ളൊരു ഷർട്ടാണ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പം പുറത്ത് പോയാൽ തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയാൽ എന്തെങ്കിലും കരിമ്പ് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ തണുത്ത വെള്ളം കുടിക്കും. കുറച്ച് ദിവസത്തിന് തണുത്ത വെള്ളമൊന്നും കുടിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല കർമൂസ പഴുത്ത് കിടക്കുന്നുണ്ട്, നമ്മൾ മരത്ത് തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ എന്ന് കരുതി. നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മറന്നു പോയിരുന്നു, ഞാനിപ്പോൾ മിഞ്ഞാന്ന് പറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്ന് വെറുതെ നോക്കിയതാണ്. അപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ട്. കർമൂസ പറിച്ച് വെച്ചാൽ വേഗം പഴുക്കുമല്ലോ, എൻ്റെ ഓർമ്മയിൽ അത് വിട്ടുട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഡ് സെറ്റ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അത് വന്നു, ഓൺലൈൻ വഴി ഓർഡർ ചെയ്തായിരുന്നു. അത് വന്നു കേട്ടോ. ബ്ലാക്കുമ്മ ഒരു ക്രീം കളർ ഡിസൈൻ കേട്ടോ. ഞാൻ കല്യാണത്തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊക്കെ ഒന്നും അത് കിട്ടലുണ്ടാവില്ല. അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി വിളിക്കുന്നുണ്ട്. എനിക്ക് ഈ ഡിസൈൻ നല്ല ഇഷ്ടമായിട്ടോ. തെങ്ങുണ്ട്, വാഴയുണ്ട്. അതിനിടയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി
ഞാനും കുട്ടനും ആശിക്കുട്ടനും മക്കളും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ല സൂത മീൻ പൊരിച്ചത്, അതുപോലെ ചിരങ്ങ താളിച്ചത് കേട്ടോ. ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോട്ടെ, സമയം 3 മണിയായിട്ടോ. 4 മണിക്ക് പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ എല്ലാവരും നാത്തുമാരും മക്കളും ഞങ്ങളെല്ലാവരും 3 മണിക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ 3 മണിക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞാനും മക്കളും അതുപോലെ നാത്തൂന്മാരൊക്കെ തിരിച്ച് രണ്ട് ഇളച്ചികൾ കേട്ടോ, 2 ഇളച്ചികളും തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ച് വരണം. നാത്തൂന്മാരും മക്കളൊക്കെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു അരമണിക്കൂർ, ഒരു 40 മിനിറ്റിൻ്റെ യാത്ര കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടിയിലൊക്കെ എന്തോ പാച്ചിങ് വർക്ക് നടക്കുകയായതുകൊണ്ട് വണ്ടിയൊക്കെ തിരിച്ച് വിടണം. അപ്പോൾ ഞങ്ങൾ ചുറ്റി വളഞ്ഞൊക്കെ കേട്ടോ കല്യാണ വീട്ടിലെത്തിയത്. അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ്റെ മോള് ഇട്ട് തന്നതാണ് കേട്ടോ. നല്ലോണം മൈലാഞ്ചി ഇടും. ഞാൻ തലകുത്തി പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ. അപ്പോൾ എളത്താത്തൂൻ്റെ വക പിന്നെ കേക്കൊക്കെ ഉണ്ടേ, രണ്ട് കേക്കൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ബേക്കറിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് സമയമൊന്നും നിർത്തിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശിമോനും കൊണ്ട് മൈലാഞ്ചിട്ട് ഒരുപാട് സമയം നിൽക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ വേഗം ഊരിട്ടോ. എന്നാലും അത്യാവശ്യം ചോന്നിട്ടുണ്ട്. ഇനി നാളേക്ക് ഇതിലേറെ ചോക്കെന്നാണ് പറയണത്. മൈലാഞ്ചി കിട്ടിയിട്ട് ഞാൻ കുറേ ആയി. പെരുന്നാളിനും അങ്ങനെ മൈലാഞ്ചി നിറലില്ല കേട്ടോ. കല്യാണം ഇപ്പോൾ രസമല്ലേ, അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. 10 മണി 10:30 ആയിട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വരികയാണ്. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേനും അങ്ങോട്ട് തന്നെ എത്തണം. ആശിമ മടി കിടന്നുറങ്ങിയിട്ടോ. കല്യാണത്തിൻ്റെ വിശേഷം ഞാൻ നാളെ പറയാം കേട്ടോ.